ക്യാമ്പിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിങ്ങനെ വരാനിരിക്കുന്ന CSCB എക്സാമിന് വേണ്ടി മാത്സിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു പാർട്ടാണ് നമ്പർ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്പർ സീരീസ് തന്നെയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഓഫ് ദി സീരീസ്. ഈ സീരീസിലെ അടുത്ത സംഖ്യ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റ് ആദ്യത്തെ നമ്പർ 11, 33, 38, 266, 275 അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ സംഖ്യകളെ ഈ സീരീസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കാം. ഓക്കെ, ആദ്യം നോക്കിയേ 11 എന്ന് പറയുന്ന സംഖ്യ 33 ആയിട്ടിരിക്കുന്നു. എന്ന് പറയുന്ന സംഖ്യ 33 ഈ 11 33 ആവണമെങ്കിൽ നമുക്കറിയാം 11നെ 3 കൊണ്ട് ഗുണിച്ചതാണ് 33 എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, അടുത്ത സംഖ്യ 33 എത്രയായി? 38 ഇവിടെ ഗുണനക്രിയ നടന്നിട്ടില്ല, പകരം എന്താണ് 33നോട് കൂടി 5 കൂട്ടിയതാണ് 38 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം 3 കൊണ്ട് ഗുണിച്ചു, 5 കൂട്ടി. വീണ്ടും നോക്കി അടുത്ത വീണ്ടും എന്താ സംഭവിച്ചിരിക്കുന്നത്? 38 266 ഒരു സഡൻ ചേഞ്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും അവിടെ സാധ്യത എന്തിനായിരിക്കും? ഗുണനത്തിനായിരിക്കും. അപ്പൊ ആദ്യം 3 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തത് 7 കൊണ്ട് ഗുണിക്കാനാണ് സാധ്യത. ഓക്കെ, 3, 5, 7. ഓക്കെ, നമുക്ക് നോക്കാം. 7 കൊണ്ട് ഗുണിച്ചതല്ലേ? 8 × 7 56. ഓക്കെ, അത് 3 കൊണ്ട് ഗുണിച്ചതാണ്, 7 കൊണ്ട് ഗുണിച്ചതാണ് തീർച്ചയായിട്ടും. ഓക്കെ, അടുത്ത സംഖ്യ നോക്കിയേ. ഇപ്പൊ 3 കൊണ്ട് ഗുണിച്ചു, 5 കൂട്ടി, 7 കൊണ്ട് ഗുണിച്ചു. ഇതേ ഫോർമാറ്റാണ് തീർച്ചയായിട്ടും അടുത്ത എന്തായിരിക്കും? 9 കൂട്ടിയതാണ് അല്ലെ. നോക്കി 266നോട് 9 കൂട്ടി 275. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത എന്തായിരിക്കും? അടുത്ത ഒറ്റ സംഖ്യയായ 11 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, 11 കൊണ്ട് ഗുണിക്കുക. ഓക്കെ, അപ്പം 275നെ 11 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3025. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വ്യത്യസ്തമായ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു സീരീസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ആദ്യം ഗുണനം, പിന്നെ എന്ത് ചെയ്തു? 5 കൂട്ടിയിരിക്കുന്നു, 7 കൊണ്ട് ഗുണിച്ചു, 9 കൂട്ടി, 11 കൊണ്ട് ഗുണിച്ചു. അങ്ങനെയാണ് ഈ സീരീസ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, 11 കൊണ്ട് ഗുണിച്ച് നോക്കാനായിട്ട് എളുപ്പവഴി കൂടെ ഞാൻ പറഞ്ഞുതരാം. 11 കൊണ്ട് ഗുണിക്കാനായിട്ട് നോക്കി 275നെ 11 കൊണ്ട് ഗുണിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ വലത്തെ അറ്റത്തെ സംഖ്യയായ 5 ഇറക്കി എഴുതുക. 7ഉം 5ഉം കൂടെ കൂട്ടി 12ന്റെ 2 മാത്രം എഴുതുക, റിമൈൻഡർ 1 വെക്കുക. 7ഉം 2ഉം 9ന്റെ കൂടെ 1 കൂടെ കൂട്ടി 10ന്റെ 0, ശിഷ്ടം 1. ഇനി ഇടത്തെ അറ്റത്തെ സംഖ്യ 2നോട് കൂടി ആ 1 ചേർത്ത് 3 എഴുതി വെക്കുക. 3025 എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ പറയാൻ നോക്കണം. ആദ്യം എന്ത് ചെയ്യുന്നു? 275 എന്ന് പറയുന്ന സംഖ്യ 11 കൊണ്ട് ഗുണിക്കണമെങ്കിൽ ആദ്യം വലത്തെ അറ്റത്തെ സംഖ്യ ഇറക്കി എഴുതുന്നു, സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നു. 7, 5, 12ന്റെ 2 മാത്രം എഴുതി, ശിഷ്ടം 1 വെക്കുന്നു. 7, 2, 9നോട് കൂടി ആ 1 കൂടി 10ന്റെ 0, വീണ്ടും റിമൈൻഡർ 1 വെക്കുന്നു. 2നോട് ഈ 2 ഇറക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ആ റിമൈൻഡർ എന്ത് ചെയ്യുക? 2നോട് കൂടി കൂട്ടുക. ഓക്കെ, മറ്റൊരു സംഖ്യ നോക്കാം. 234. ഈ സംഖ്യ നമുക്ക് 11 കൊണ്ട് ഗുണിക്കണം. ആദ്യം എന്ത് ചെയ്യാം? വലത്തെ അറ്റത്തെ സംഖ്യ 4നെ ഇറക്കി എഴുതുക. 4ഉം 3ഉം കൂടെ കൂട്ടി എത്രയാണ്? 7 ആണ്. 3ഉം 2ഉം കൂടെ കൂട്ടി 5. എന്നിട്ട് ഇടത്തെ അറ്റത്തെ സംഖ്യ ഇറക്കി എഴുതുക. 2574 ഉത്തരം കിട്ടും. ഇതേപോലെ നമുക്ക് 11 കൊണ്ട് എളുപ്പം ഗുണിച്ചെടുക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്താണ്? 10 കൊണ്ട് ഗുണിക്കുക. ഇപ്പൊ 275നെ 10 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം എത്രയാണ്? 2750 അതിന്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യുക? 275 കൂട്ടുക. തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പൊ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, വീണ്ടും നമ്പർ സീരീസിന്റെ ഒരു ചോദ്യം തന്നെയാണ്. 6 13 13 28 59 122 249 അല്ലെ. ഓക്കെ, ഇതൊരു പാറ്റേൺ സീരീസ്. നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് സീരീസ് ആണ് പാറ്റേൺ സീരീസ് എന്ന് പറയുന്നത്. അതായത് ഒരു സംഖ്യയെ നോക്കി നമുക്ക് 6 എന്ന് പറയുന്ന ഒരു സംഖ്യയെ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 13ലേക്ക് എത്തിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 6നെ 2 കൊണ്ട് ഗുണിച്ച് 12 + 1 13. അതുപോലെ തന്നെ നോക്കിയാൽ അടുത്ത സീരീസ് നോക്കിയാൽ 13നെ 2 കൊണ്ട് ഗുണിച്ചാൽ 26 ആണ്. 26നോട് കൂടി 2 കൂട്ടിയതാണ് എന്ത്? 28 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കി എല്ലാ സംഖ്യകളെയും 2 കൊണ്ട് തന്നെ ഗുണിച്ചിരിക്കുന്നത്. പാറ്റേൺ പലതരത്തിൽ വരാം. 2 കൊണ്ട് ഗുണിക്കാം, പിന്നെ അടുത്ത സംഖ്യ 3 കൊണ്ട് ഗുണിക്കുന്നുണ്ട്, 4 അങ്ങനെ പോകുന്നതുകൊണ്ട്. പക്ഷെ ഇവിടെ എല്ലാം ഗുണിച്ചിരിക്കുന്ന എല്ലാം എന്താണ്? ഒരേ സംഖ്യകൾ കൊണ്ട് തന്നെ ഗുണിച്ചിരിക്കുന്നത്. പക്ഷേ കൂട്ടിയിരിക്കുന്ന സംഖ്യകൾക്ക് വ്യത്യാസമുണ്ട്. ആദ്യം 12നോട് കൂടി 1 കൂട്ടി, അടുത്ത സംഖ്യ 26നോട് കൂടി 2 കൂട്ടി. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ നോക്കാം. അടുത്ത നോക്കി 28
രണ്ട് കൊണ്ട് തന്നെ ഗുണിക്കണം. ഇവിടെ രണ്ട് സ്ഥലത്തും രണ്ട് കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് രണ്ട് കൊണ്ട് ഗുണിക്കുന്നതിനായിരിക്കും 56. 56 കൂടി എത്ര കൂട്ടിയിരിക്കുന്നു? 3 കൂട്ടിയതാണ് 59. അപ്പൊ ആദ്യം 1 കൂട്ടി, 2 കൂട്ടി, 3 കൂട്ടി, എണ്ണൽ സംഖ്യകളാണ് കൂട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം അടുത്തത് തീർച്ചയായിട്ടും എത്രയായിരിക്കും? 4 ആയിരിക്കും കൂട്ടിയിരിക്കുക. അടുത്ത എത്രയായിരിക്കും? 5 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യാനുള്ളത്? 249നെ 2 കൊണ്ട് ഗുണിച്ച ശേഷം എത്ര കൂട്ടുക? 6 കൂട്ടുക. നമുക്കറിയാം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗുണിച്ച് ചെയ്യണമെന്നില്ല, ലാസ്റ്റ് ഡിജിറ്റിനെ മാത്രം ഒന്ന് ഗുണിച്ച് നോക്കിയാൽ മതി. 9നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്കറിയാം 18 ആണ്. 18 + 6 എത്രയാണ്? 24. ഇവിടെ 4ൽ അവസാനിക്കുന്ന ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. എത്രയാണ്? 504. പിന്നെ നമുക്ക് എളുപ്പം ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇതൊരു പാറ്റേൺ സീരീസ് ആണ്. തീർച്ചയായിട്ടും നമ്പർ സീരീസിന്റെ ഏത് ചോദ്യം കാണുമ്പോഴും നമ്മൾ ആദ്യം നോക്കുക. ചിലപ്പോൾ സ്ക്വയറുകൾ സീരീസ് ആയിട്ട് തരാറുണ്ട്, ക്യൂബുകൾ സീരീസ് ആയിട്ട് തരാറുണ്ട്, അതുപോലെ പ്രൈം നമ്പറുകൾ സീരീസ് ആയിട്ട് തരാറുണ്ട്, കോമ്പോസിറ്റ് നമ്പറുകൾ സീരീസ് ആയിട്ട് തരാറുണ്ട്. ഇതിലേതെങ്കിലും ആണോ എന്ന് ആദ്യം നോക്കുക. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് നോക്കേണ്ടത് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മറ്റു സീരീസുകളിലൊക്കെ ചെയ്ത പോലെ തന്നെ സംഖ്യകൾ തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസം എന്ന് നോക്കുക. അതുപോലെ തന്നെ ആ വ്യത്യാസങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് കണക്ഷൻ ഒന്നും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതായിട്ട് നമ്മൾ ക്യൂബ് റിലേറ്റഡ് സീരീസ് ആണോ നോക്കുക. ക്യൂബ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സീരീസ് ആണോ. ഇനി അതൊന്നും അല്ല എങ്കിലാണ് നമ്മൾ എന്താണ് ഇതേപോലുള്ള പാറ്റേണുകളാണോ നോക്കുക. ഗുണിച്ചു കൂട്ടി വരിക അല്ലെങ്കിൽ ഗുണിച്ചു കുറച്ച് വരുന്ന സീരീസുകൾ, അങ്ങനെയൊക്കെയുള്ള സീരീസുകളാണോ നോക്കുക. ഇനി അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഗുണനവും അധിക ചിഹ്നവും അല്ലെങ്കിൽ ഗുണനവും മൈനസ് ഒക്കെ ഒരുമിച്ച് വരുന്ന പല സീരീസുകൾ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇത് ലെറ്റർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റർ സീരീസിന്റെ നോക്കിയേ, ആദ്യത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ സി ആണ്. പിന്നെ അടുത്ത ലെറ്റർ എന്താണ്? ഇ ആണ്. അപ്പൊ നമുക്കറിയാം സി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലെ 3ാമത്തെ ലെറ്റർ ആണ്. ഇ എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്റർ ആണ്? 5ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? +2 ആണ് വ്യത്യാസം അല്ലെ. ഓക്കെ, അടുത്ത് നമുക്കറിയാം എച്ച് എന്ന് പറയുന്ന 8ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ 5ന്റെ കൂടെ എത്ര ചേർത്തിരിക്കുന്നു? +3 ചേർത്തിരിക്കുന്നു. ആദ്യം +2 ചേർത്തു, പിന്നെ 3 ആണ് ചേർത്തിരിക്കുന്നത്. അടുത്ത് നമുക്കറിയാം 8ഉം എം എന്ന് പറയുന്ന 13ാമത്തെ ലെറ്റർ ആണ്. അപ്പൊ എത്രയാണ്? 8ഉം 5ഉം ആണ് 13. 5 ചേർത്തിരിക്കുന്നു. അപ്പോൾ നോക്കിയേ 2, 3, 5. അടുത്ത സംഖ്യ അടുത്ത എത്രയായിരിക്കും? 7 കൂട്ടണം. 7 കൂട്ടിയാൽ നമുക്കറിയാം 13നോട് കൂടി 7 കൂട്ടിയാൽ കിട്ടുന്ന എത്രയായിരിക്കും? 13നോട് കൂടി 7 കൂട്ടിയാൽ നമുക്ക് 20. 20ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ടി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ടി ആണ് ഉത്തരമായിട്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ലെറ്റർ സീരീസ് ഇതുപോലെ നോക്കുക. അത് തമ്മിലുള്ള അതിന്റെ പ്ലേസ് വാല്യൂ അല്ലെ പൊസിഷണൽ വാല്യൂ എഴുതി നോക്കിയ ശേഷം അത് തമ്മിലുള്ള വ്യത്യാസം നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ റോ മനു ഈസ് 30th ഫ്രം ദ റൈറ്റ് ആൻഡ് അജിത് ഈസ് 20th ഫ്രം ദ ലെഫ്റ്റ്. വെൻ ദേ ഇന്റർചേഞ്ച് ദെയർ പൊസിഷൻ മനു ബിക്കംസ് 35th ഫ്രം ദ റൈറ്റ്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് മെൻ ഇൻ റോ എന്നാണ് ചോദ്യം അല്ലെ. ഓക്കെ, അപ്പോൾ ഒരു വരിയിലെ 2 പേരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മനുവും അജിത്തും, ഇങ്ങനെ 2 പേരാണ് ആ വരിയിൽ നിൽക്കുന്നത്. ആ വരി നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരു വരിയിൽ മനു വലതുവശത്ത് നിന്ന് എത്രാം സ്ഥാനത്താണ്? 30ാം സ്ഥാനത്താണ് മനു നിൽക്കുന്നത്. ഇതേ വരിയിൽ അജിത്ത് ഇടതുവശത്ത് നിന്ന് 20ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. അജിത്ത്. ഇവർ പരസ്പരം സ്ഥാനം മാറിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറുവാണ്. അതായത് അജിത്ത് നിന്ന സ്ഥാനത്തേക്ക് ആര് വരുന്നു? മനു വരുന്നു. മനു നിന്ന സ്ഥാനത്തേക്ക് ആര് വരുന്നു? അജിത്ത് വരുന്നു. ഇങ്ങനെ സ്ഥാനം മാറുന്ന ശേഷം മനു വലതുവശത്ത് നിന്ന് 35ാം സ്ഥാനത്തായി എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നിലവിൽ ഇപ്പൊ മനുവിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഈ വലത്തെ അറ്റത്ത് നിന്നും 35ാമത്തെ സ്ഥാനത്താണ്. നമുക്കൊരു കാര്യം ഉറപ്പാണ്, എന്താണ്? വലതുവശത്ത് നിന്ന് ഇപ്പൊ മനു നിൽക്കുന്ന സ്ഥാനം, മനു 35ാം സ്ഥാനത്തായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലത്തെ അറ്റത്ത് നിന്ന് മനു വരെയുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 35 പേരാണ്. മനുവിനെ കൂടെ ചേർത്ത് മനു വരെ 35 പേരുണ്ട്. ഇപ്പൊ മനു നിൽക്കുന്ന സ്ഥാനത്ത് നമുക്കറിയാം നേരത്തെ ആരായിരുന്നു? അജിത്ത് ആയിരുന്നു. അജിത്ത് നിന്നിരുന്ന സ്ഥാനം എത്രയാണ്? 20 ആണ്. ആ ഒരു സ്ഥാനത്ത് കയറിയാണ് ഇപ്പൊ മനു നിൽക്കുന്നത്. ഓക്കെ, ഈ അജിത്തിന്റെ പുറകിൽ തീർച്ചയായിട്ടും 19 പേരുണ്ടാവണം. ആ 19 പേര് എങ്ങോട്ടും പോയിട്ടില്ല, അവരവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പൊ നമുക്കറിയാം വലത്തെ അറ്റത്ത് നിന്ന് ഇപ്പൊ മനു നിൽക്കുന്ന സ്ഥാനം വരെ 35 പേരും, നേരത്തെ മനു നിന്ന സ്ഥാനത്ത് ഇപ്പൊ അജിത്ത് ആയിരുന്നു. അജിത്ത് 20ാം സ്ഥാനത്താണെങ്കിൽ അജിത്തിന്റെ പുറകിൽ എത്ര പേരുണ്ടാവും? 19 പേരുണ്ടാവും. അത് രണ്ടും കൂടെ കൂട്ടി എത്ര കിട്ടും? 54. ഇതാണ്
ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്റർചേഞ്ച് വരുന്ന ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇത് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് കൂടെ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ഒരു വരിയിൽ മനു വലതുവശത്ത് നിന്ന് 30-ാം സ്ഥാനത്താണ്. മനു. അജിത്ത് ഇടതുവശത്ത് നിന്നും 20-ാം സ്ഥാനത്തുമാണ്. നിലവിൽ ഇവർ ഇന്റർചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി. വലത്തെ അറ്റത്ത് നിന്ന് മനു വരെ 30 പേരുണ്ട്, പ്ലസ് ഇടത്തെ അറ്റത്ത് നിന്ന് അജിത്ത് വരെ എത്ര പേരുണ്ട്? 20 പേരുമുണ്ട്. അപ്പൊ തന്നെ ടോട്ടൽ എത്ര പേരായി? 50 പേരായി. ഇനി ഇവരുടെ ഇടയ്ക്ക് കുറച്ച് പേര് നിൽപ്പുണ്ട്. അവരുടെ എണ്ണമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യത്തിൽ അറിയാനുള്ളത്, അല്ലെ? അപ്പൊ നമുക്കറിയാം ഇവിടെ നിന്ന് മനു, ഈ അജിത്തിന് തൽക്കാലത്തേക്ക് വിട്ടുകളഞ്ഞേക്കാം, മനു ഇവിടെ നിന്ന് മനു ഇങ്ങോട്ട് വന്നു, അല്ലെ? സ്ഥാനം മാറുന്നതിന് ശേഷം മനുവിനെ കുറിച്ചാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 30-ൽ നിന്ന് മനു ഈ ഒരു സ്ഥാനത്തേക്ക് വന്നപ്പോ എത്രയായെന്ന് പറഞ്ഞിരിക്കുന്നത്? 35-ാം സ്ഥാനത്തായി. നമുക്കറിയാം 30-ൽ നിന്ന് ഒരാൾ 35-ലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇടയ്ക്ക് എത്ര പേരുണ്ടാവും? നമുക്ക് വരച്ചു നോക്കണം. 31, 32, 33, 34. ഈ ഒരു സ്ഥാനത്തേക്ക് വന്നപ്പോഴാണ് 35 ആയത്. അപ്പൊ ഇടയ്ക്കുള്ളവരുടെ എണ്ണം എത്രയാണ്? 4 അപ്പൊ പ്ലസ് എത്ര വരും? 54 എന്ന ഉത്തരം കിട്ടും. ഓക്കെ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ പിന്നെ ഒരു സെന്റൻസ് രൂപത്തിൽ ഓർത്ത് വെച്ചേക്കുക. സ്ഥാനം മാറുന്നതിന് ശേഷമുള്ള ആളുടെ സ്ഥാനവും രണ്ടാമത്തെ ആളുടെ പുറകിലുള്ളവരുടെ എണ്ണവും, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അത് വരയ്ക്കാതെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹിന്റ് ആണത്. എന്താണ്? ഈ ഇന്റർചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ സ്ഥാനം മാറുന്നതിന് ശേഷമുള്ള ആളുടെ സ്ഥാനം, അതായത് മനുവിന്റെ സ്ഥാനം എത്രയാ പറഞ്ഞിരിക്കുന്നത്? 35 പ്ലസ് രണ്ടാമത്തെ ആൾ അല്ലെങ്കിൽ അജിത്ത്. അജിത്തിന്റെ പുറകിൽ എത്ര പേരുണ്ട്? 20-ാം സ്ഥാനത്താണ് അജിത്ത് നിന്നിരുന്നത്. അപ്പൊ അജിത്തിന്റെ പുറകിൽ എത്ര പേരുണ്ടാവും? 19. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 54 കിട്ടും. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം വരച്ചപ്പോഴും കിട്ടിയത്, 54 തന്നെയാണ്. ആദ്യം വരച്ചതേ മെത്തേഡ് തന്നെ ഒരു സെന്റൻസ് രൂപത്തിലാക്കി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്ഥാനം മാറുന്ന ശേഷമുള്ള ആളുടെ സ്ഥാനം പ്ലസ് രണ്ടാമത്തെ ആളുടെ പുറകിലുള്ള എണ്ണം. ചിലപ്പോൾ മനു അജിത്തിന് പകരം ചിലപ്പോൾ എ എന്നും ബി എന്നായിരിക്കും പറയുക. അപ്പൊ സ്ഥാനം എ ആണ്, സ്ഥാനം മാറുന്ന ശേഷമുള്ള എയുടെ സ്ഥാനമാണ് പറയുന്നതെങ്കിൽ ബിയുടെ പുറകിലുള്ളവരുടെ എണ്ണം എടുക്കുക. ഇനി തിരിച്ചാണെങ്കിലോ, സ്ഥാനം മാറുന്ന ശേഷമുള്ള ബിയുടെ സ്ഥാനമാണ് പറയുന്നതെങ്കിൽ എയുടെ പുറകിലുള്ളവരുടെ എണ്ണം എടുക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് രണ്ട് നമ്പറും കൂടെ കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നിങ്ങൾ റാങ്കിങ്ങിന്റെ ഇന്റർചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വരയ്ക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, നോക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് ഏതാണോ ആ രൂപത്തിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, ബോൺ മാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ അപ്പൊ 60 ഡിവിഷൻ 6 ഓഫ് 8 + 4 - 2 × 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? ഓക്കെ, ഇവിടെ ഒരു വര നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എന്താണ് ഈ വര? വെൺകുലം. ഈ ഒരു ബാറ് നമ്മൾ എന്ത് വിളിക്കാം? ഇവിടെ ഒരു ബാർ കിടപ്പുണ്ട്, ഇതിന്റെ തരത്ത് വരാം. ഇതിനെ നമ്മൾ വെൺകുലം എന്ന് വിളിക്കും കേട്ടോ. അപ്പൊ നമ്മള് ബോൺ മാസിന്റെ റൂള്, ബോൺ മാസ് നിങ്ങൾ എല്ലാവരും അറിയാവുന്ന ഒരു സംഭവമാണ്. എന്താണ്? വി ബോൺ മാസ്, അല്ലെ? അതായത് ആദ്യം എന്ത് ചെയ്യണം? വിൻകുലം ഉണ്ടെങ്കിൽ വിൻകുലത്തിന് താഴെയുള്ള കാര്യങ്ങളെ ബോൺ മാസ് റൂൾ അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം അതാണ് ചെയ്യേണ്ടത്. വിൻകുലം ഉണ്ടെങ്കിൽ വിൻകുലം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യുക. അതിനുശേഷം ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യുക. ഡിവിഷൻ, ഹരണം, മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം, അഡീഷൻ, കൂട്ടുകയും കുറയ്ക്കുകയും. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ബോൺ മാസിന്റെ ക്വസ്റ്റ്യൻ എല്ലാം ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം വിൻകുലം നമുക്ക് ഇവിടെ കിടപ്പുണ്ട്, അല്ലെ? വിൻകുലം നോക്കി 8 + 4 - 2ന്റെ മുകളിലായിട്ട് ഒരു വര കിടപ്പുണ്ട്, ഒരു ബാറ് കിടപ്പുണ്ട്. അതാണ് വിൻകുലം എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം എന്ത് ചെയ്യണം? അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എടുത്തെഴുതുവാണ്. 60 ഹരണം 6 ഓഫ് 8 + 4 - 2 × 2. അപ്പൊ വിൻകുലത്തിന് താഴെ വരുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യം ചെയ്യാം. വിൻകുലത്തിന് താഴെ വരുന്ന രണ്ട് ചിഹ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് അധിക ചിഹ്നവും മൈനസ് ചിഹ്നവും. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം അഡീഷൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും 8നെയും 4നെയും കൂടെ കൂട്ടുക. 8 + 4 12 - 2 എത്രയാണ്? 10 ആണ്. അപ്പൊ വിൻകുലത്തിന്റെ താഴെയുള്ള ക്രിയകൾ പൂർത്തിയായി. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ എടുത്തെഴുതാം. 60 ഹരണം 6 ഓഫ് 10 × 2. ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താണെന്ന് നോക്കിയാൽ ബ്രാക്കറ്റ് ഈ ചോദ്യത്തിലില്ല. ഇനി അടുത്തായിട്ട് വരുന്ന ഓഫ് ആണ്. ഇവിടെ ഒരു ഓഫ് കിടപ്പുണ്ട്. ഓഫ് എന്ന് പറഞ്ഞാൽ ഗുണനം തന്നെയാണ്. 6 ഓഫ് 10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6നെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്കറിയാം 6നെ 10 കൊണ്ട് ഗുണിച്ചാൽ എത്രയായി? 60 ആയി. 60 ഹരണം 60 × 2. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് ചെയ്യേണ്ടത് ഓഫ് കഴിഞ്ഞു. ഇനി ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്, ഹരണമാണ് ചെയ്യേണ്ടത്. അപ്പോ നമ്മൾ ഓഫിന്റെ ഗുണനം മാത്രം, ഓഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആദ്യം ഗുണനം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഹരണത്തിന് ശേഷമേ ഗുണനം ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം
ഡിവിഷന് ശേഷമാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് അല്ലേ. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാണ്. ഓഫ് ഉണ്ടെങ്കിൽ ഓഫ് ആദ്യം ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞു. 6 ഓഫ് 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6നെ 10 കൊണ്ട് ഗുണിച്ച് 60 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് 60നെ 6 കൊണ്ട് ഹരിക്കുക. നമുക്കറിയാം 60നെ 60 കൊണ്ട് ഹരിക്കുക. അപ്പൊ നമുക്ക് 1 കിട്ടും. പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? ഇൻറ്റു 2. ഇനി അടുത്ത് നമുക്ക് ഇനി ഗുണം ചെയ്യാം. 1 ഗുണം 2 എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം കേട്ടോ. 2 ആണ് ഉത്തരം. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യണം. വിൻകുലം ഉണ്ടെങ്കിൽ വിൻകുലം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ആദ്യം ചെയ്യുക. അതിനുശേഷം നമ്മുടെ ബോണ്ട് മാസിന്റെ റൂൾ അനുസരിച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. കോഡിംഗ് ആൻഡ് ഡീകോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈറ്റ് എന്നുള്ള വാക്കിനെ 318 എന്നും ചെയർ എന്നുള്ള വാക്കിനെ 24156 എന്നും എഴുതിയെങ്കിൽ ടീച്ചറിനെ എങ്ങനെ എഴുതാം? ഓക്കെ, ഇത് ലെറ്റർ ടു നമ്പർ കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ലെറ്റർ ടു നമ്പർ കോഡിങ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ എന്താണ്, അത് പ്ലേസ് വാല്യൂ ആണോ അല്ലെ പൊസിഷണൽ വാല്യൂ ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചു വേണം. നമുക്കറിയാം ഇംഗ്ലീഷ് അക്ഷരമാലക്രമത്തിലെ 5ാമത്തെ ലെറ്റർ ആണ് ഇ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ എത്രയാണ്? 3. എയുടെ നമ്പർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, 1 തന്നെയാണ്. പക്ഷേ ടി എന്ന് പറയുന്ന 20ാമത്തെ ലെറ്റർ അല്ല. ഓക്കെ, അപ്പൊ ഇതെന്തായാലും പൊസിഷണൽ വാല്യൂ വെച്ചിട്ട് അല്ലെ പ്ലേസ് വാല്യൂ വെച്ചിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. ഇനിയിപ്പോ എന്ത് ചെയ്യാം? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാക്ക് നോക്കി ടീച്ചർ എന്നുള്ള പറയുന്ന വാക്കാണ്. നമ്മൾ ഇനി പ്രധാനമായിട്ട് ഇത് എങ്ങനെ ഈ നമ്പർ വന്നു എന്ന് ആലോചിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ കണ്ടുപിടിക്കാനുള്ള ടീച്ചർ എന്നുള്ള വാക്കിലെ ലെറ്ററുകൾ ഈ ആദ്യം തന്നിരിക്കുന്ന 2 വാക്കുകളിലും ഉണ്ടോ എന്ന് നോക്കിയേ. ടീച്ചർ എന്നുള്ള വാക്കിന് ടി ഇവിടെ കിടപ്പുണ്ട്, ഇ ഇവിടെയുണ്ട്, എ ഇവിടെയുമുണ്ട്, ഇവിടെയുമുണ്ട്. എല്ലാ ലെറ്ററുകളും കറക്റ്റായ 2 വാക്കുകളിലുമായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓരോ വാക്കിന് തുല്യമായിട്ട് ഓരോ നമ്പർ പറഞ്ഞിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നേരെ താഴത്തുള്ള ഈ ടീച്ചർ എന്നുള്ള വാക്കിലെ ലെറ്ററുകൾക്ക് സമാനമായിട്ടുള്ള നമ്പർ ഇവിടെ നോക്കി എഴുതി വെച്ചാൽ മതി. അങ്ങനെ ഇല്ലാത്തൊരു കാര്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മറ്റു റൂളുകളുടെ പുറകെ പോകുന്നത്. ഇവിടെ എന്തായാലും കൃത്യമായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ ടിക്ക് തുല്യമായിട്ട് പറഞ്ഞിരിക്കുന്ന നമ്പർ എത്രയാണ്? 8 ആണ്. അടുത്തത് ഇയുടെ നമുക്കറിയാം 3 ആണ്. ഓക്കെ, അടുത്തത് എ ഇവിടെ 2 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ഥലത്ത് എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. 831 ഓപ്ഷൻ കൂടെ നോക്കിയാൽ എല്ലാം ഓപ്ഷൻ തുടങ്ങിയിരിക്കുന്ന 831ലാണ്. അങ്ങനെ അല്ല എങ്കിൽ ഇപ്പൊ 831ൽ തുടങ്ങുന്ന ഒരു ഓപ്ഷനെ ഉള്ളെങ്കിൽ അതും കറുപ്പിച്ചേക്കാം, ബാക്കി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, എന്നാലും നമുക്ക് നോക്കാം. 831. അപ്പൊ നമ്മൾ അടുത്തത് സി ആണ്. സി നമുക്കറിയാം അവിടെ 8312. അപ്പൊ നമുക്ക് നോക്കിയേ, 8312ൽ തുടങ്ങുന്ന 2 ഓപ്ഷൻ, ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. കണ്ടല്ലോ, ഈ 2 ഓപ്ഷൻ നമുക്ക് ഇനി സ്കിപ്പ് ചെയ്യാൻ പറ്റും, കാരണം 8312ലാണ് തുടങ്ങുന്നത്. ഓക്കെ, അടുത്ത നമ്പർ നോക്കിയേ, എച്ച് ആണ്. എച്ചിന്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. 24. രണ്ടും ഏകദേശം 24 തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. അടുത്തൊരു ലെറ്റർ കൂടെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഇ ആണ് അടുത്തത്. ഇ എന്ന് പറയുന്ന നമ്പർ എത്രയാണ്? 3 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നോക്കി, ഇവിടെ വന്നിരിക്കുന്നത് എത്രയാണ്? 6 ആണ് വന്നിരിക്കുന്നത്, അവിടെ 3 ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഉത്തരം. അങ്ങനെ ലാസ്റ്റ് ലെറ്റർ കൂടെ നോക്കിയേക്കാം. 6 ആണ്. 6ന്റെ എത്രയാണ്? 2. 6ന്റെ 6 തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പോ ടീച്ചറിന് തുല്യമായിട്ടുള്ള 8312436. ഓക്കെ, അപ്പോ ലെറ്റർ ടു നമ്പർ കോഡിംഗ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാക്കിലെ ലെറ്ററുകൾ മുകളിൽ ഉണ്ടെങ്കിൽ അതനുസരിച്ച് എഴുതി വെക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ നോക്കണം, അത് പൊസിഷണൽ വാല്യൂ അല്ലെ പ്ലേസ് വാല്യൂ അനുസരിച്ചുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതുപോലെ തന്നെ എഴുതി വെക്കാം. ഇനി അതൊന്നും അല്ലാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ലെറ്ററിന്റെ എണ്ണം കൂടുതലും നമ്പറിന്റെ എണ്ണം കുറവുമായിട്ട് വരുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പ്ലേസ് വാല്യൂവിന്റെ സമ്മോ അല്ലെങ്കിൽ റിവേഴ്സ് വാല്യൂവിന്റെ സമ്മൊക്കെയാണോ നോക്കുക കേട്ടോ. അപ്പൊ ഈ 2 കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിടണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യം ഓഡ് വൺ ഔട്ട് അഥവാ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ള ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 4 ലോഹങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അലൂമിനിയം, കോപ്പർ, അയൺ, മെർക്കുറി അല്ലെ. 4 ലോഹങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് ഒറ്റയാനെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആരായിരിക്കും? മെർക്കുറിയാണ്. കാരണം ബാക്കി ലോഹങ്ങളെല്ലാം കാണപ്പെടുന്നത് എന്താണ്? മെറ്റലായിട്ട് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ മെർക്കുറി മാത്രം എന്താണ്? ദ്രാവകാവസ്ഥയിലുള്ള ഒരു ലോഹമാണ് മെർക്കുറി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒറ്റയാനെ, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണത്, മെർക്കുറിയെ നമുക്ക് ഒറ്റയാനാക്കാൻ പറ്റും. ഒറ്റയാൻ ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. കാരണം സംഖ്യകളെ ബേസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് വരാറുണ്ട്. ഇപ്പൊ 3 സ്ക്വയറും 1 ക്യൂബും തരാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ക്യൂബ് ഒറ്റയാനാവും. അതുപോലെ തന്നെ 3 ക്യൂബും ഒരു നോർമൽ സാധാരണ നമ്പർ സംഖ്യയും വരാറുണ്ട്. അപ്പോൾ അത് ഒറ്റയാനാവും. അതുപോലെ തന്നെ പ്രൈം നമ്പർ, 3 പ്രൈം നമ്പറും ഒരു കോമ്പോസിറ്റ് നമ്പറും വരും. അപ്പൊ കോമ്പോസിറ്റ് നമ്പർ ഒറ്റയാനാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. കൂടുതലും ഇതുപോലുള്ള വാക്കുകളായിരിക്കും വരിക. 3 സ്റ്റേറ്റുകളും ഒരു ക്യാപിറ്റലും തരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ച് വായിച്ചിട്ട് ഉത്തരം എഴുതുക കേട്ടോ.
ഓക്കെ, ചോദ്യം ഇതാണ്. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. 4 dates in a calendar are squared and sum of the date is 48. What is the largest number and smallest number? അല്ല സ്മോളസ്റ്റ് ലാർജസ്റ്റ് ഡേറ്റ് ആൻഡ് സ്മോളസ്റ്റ് ഡേറ്റ്, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് 4 days ഒരു കലണ്ടറിൽ 4 തീയതികളെ സമചതുരമാക്കി, ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരു കലണ്ടറിൽ 4 തീയതികളെ, അപ്പോൾ 4 dates ആണ് ഇന്ന കലണ്ടർ ആ സ്ക്വയർഡ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു കലണ്ടറിൽ 4 തീയതികളെയാണ് സമചതുരമാക്കി വരച്ചിരിക്കുന്നത് അല്ലെ. ഒരു കലണ്ടറിൽ 4 തീയതികളെ സമചതുരമാക്കി വരച്ചിരിക്കുന്നു, ഇതുപോലെ സമചതുരമാക്കി വെച്ചിരിക്കുന്നു. അതിൽ തീയതികളുടെ തുക തന്നിട്ടുണ്ട്, എത്രയാണ്? 48 ആണെന്നും. നമുക്കിത് ഓപ്ഷൻ എടുത്ത് വേണം ചെയ്ത് നോക്കാം. നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു ചെറിയ ഡേറ്റ്, ഏറ്റവും ചെറിയ ഡേറ്റ് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലത്ത് ഈ ഒരു കോളത്തിലും, ഏറ്റവും വലിയ ഡേറ്റ് ഈ ഒരു കോളത്തിലായിരിക്കും വരിക. അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ എടുത്തെഴുതി ചെയ്ത് നോക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സമയം നഷ്ടമാകുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എക്സ് ചെയ്യാൻ പറ്റും. എക്സ് ഇവിടെ എക്സ്, ഇവിടുത്തെ ഡേറ്റ് എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? X+1 ആയിരിക്കും. ഇവിടെ X+7 ആയിരിക്കും. കലണ്ടർ ആയതുകൊണ്ട് നമുക്കറിയാം X+7 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? X+8 ആയിരിക്കും. അതെല്ലാം കൂടെ സോൾവ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്നും ആവശ്യമില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്, നോക്കി, ഒരു കലണ്ടറിലെ 4 തീയതികളെ സമചതുരമാക്കിയപ്പോൾ അതിലെ തീയതികളുടെ തുക 48 കിട്ടി. ഈ 48നെ 4 കൊണ്ട് അങ്ങ് ഹരിക്കുക. 48നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 48ന്റെ പകുതിയുടെ പകുതി എടുത്താൽ 42 പകുതി 24, 12. ഓക്കെ, അപ്പൊ നമുക്ക് 12 എന്ന് കിട്ടി. ഈ 12 പക്ഷേ വലിയ ഡേറ്റുമല്ല, ചെറിയ ഡേറ്റുമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം, ചെറിയ തീയതി കണ്ടുപിടിക്കാൻ, സ്മോളർ ഡേറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 12ൽ നിന്നും 4 മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 8 കിട്ടും. അതുപോലെ തന്നെ ലാർജ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 12നോട് കൂടി 4 പ്ലസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലാർജർ നമ്പർ ആൻഡ് സ്മോളർ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എത്രയായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്? 16ഉം 8ഉം ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. നമ്മുടെ ഓപ്ഷനിൽ തൽക്കാലം അങ്ങനെ ഉത്തരം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ 16, 8 ഇതായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? തുക എത്രയാണോ, ഇപ്പോ 4 സംഖ്യകളെ സമചതുരമാക്കിയപ്പോൾ 48 കിട്ടി. 48നെ 4 കൊണ്ട് ഹരിക്കുക. 48 4 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 12 4 48. അപ്പൊ 12 കിട്ടി. 12നോട് കൂടി 4 കൂട്ടിയാൽ നമുക്ക് വലിയ ഡേറ്റ് കിട്ടും. 4 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ചെറിയ ഡേറ്റ് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇനി തുക 28 ആണെന്ന് വിചാരിക്കുക. നമുക്ക് നോക്കാം. 28 ആണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ ഒരു കലണ്ടറിൽ 4 തീയതികളെ സമചതുരമാക്കിയപ്പോൾ അവര് ആ തീയതികളുടെ തുക 28 ആണെന്ന് പറഞ്ഞ ചോദ്യം വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം 28നെ എന്ത് ചെയ്യുക? 4 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 28ന്റെ പകുതിയുടെ പകുതി എത്രയാണ്? 14, 7. അപ്പൊ നമുക്ക് വലിയ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? വലിയ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ 7നോട് കൂടി പ്ലസ് 4 കൂട്ടി 11 ആണ് വലിയ ഡേറ്റ്. ചെറിയ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? 7ൽ നിന്ന് 4 കുറച്ച് 3 ആയിരിക്കും. ഇതായിരിക്കും വലിയ തീയതിയും ചെറിയ തീയതിയും. ഓക്കെ, അപ്പൊ 4 തീയതികളെ സമചതുരമാക്കി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ 4 കൊണ്ട് ഹരിക്കുകയും 4 കൂട്ടുകയും 4 കുറയ്ക്കുകയും ചെയ്യും. ഓക്കെ, ഓക്കെ, അടുത്ത കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. January 1st, 2017 വാസ് സൺഡേ. വാട്ട് ഡേ ഈസ് January 10, 2018? അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കറിയാം 2017 ജനുവരി മാസത്തിലെ 1-ാം തീയതി സൺഡേ ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? 2018 ജാനുവരി 10 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഏത് ദിവസമാണ്? ഓക്കെ, നമുക്കറിയാം 2017 എന്ന് പറയുന്ന ഒരു സാധാരണ വർഷമാണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസംബർ 31ന്റെ റൂൾ വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 2017 ജനുവരി 1 സൺഡേ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? 2017 ജനുവരി 1 ഞായറാണെന്നുണ്ടെങ്കിൽ 2017 ഡിസംബർ 31 ഞായറാഴ്ച തന്നെയായിരിക്കും. ഏതൊരു സാധാരണ വർഷത്തിലെ ജനുവരി 1 ഡിസംബർ 31 ഒരേ ദിവസമായിരിക്കും. അതായത് സാധാരണ വർഷം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരേ ദിവസം തന്നെ ആയിരിക്കും. അങ്ങനെയാണ് 2017 ഒരു സാധാരണ വർഷമായതുകൊണ്ട് ജനുവരി 1 ഞായറാഴ്ചയാണെങ്കിൽ ഡിസംബർ 31 ഞായറാഴ്ച തന്നെയായിരിക്കും. ഇനി 2018 ജനുവരി 1, നമുക്ക് 2018 ജനുവരി 1 തിങ്കളാഴ്ച ആയിരിക്കും, മൺഡേ ആയിരിക്കും. ജനുവരി 1 മൺഡേ ആണ്. നമുക്കറിയാം 1-ാം തീയതി മൺഡേ ആണെങ്കിൽ അടുത്ത മൺഡേ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1നോട് കൂടി 7 കൂട്ടിയാൽ കിട്ടുന്ന 8 മൺഡേ ആയിരിക്കും. അങ്ങനെയാണ് നമുക്കറിയാം 9 ട്യൂസ്ഡേയും 10 ദിവസമായിരിക്കും വെനസ്ഡേയും ആയിരിക്കും. അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്, വെനസ്ഡേ. ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനായിട്ട് മറ്റൊരു റൂൾ കൂടെ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് 2017 ജനുവരി 1
സൺഡേ. 2018 ജനുവരി 10. വർഷങ്ങൾ തമ്മിൽ ആകെ നമുക്കറിയാം 2017 18 ഒരു വർഷത്തെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പ്ലസ് ഇതിനിടയിലുള്ള ഫെബ്രുവരി 29 എണ്ണം, അങ്ങനെ സംഭവം ഉണ്ടോ? ലീപ്പ് ഇയർ ഇല്ല. 2017 ലീപ്പ് ഇയർ അല്ല, 18 ലീപ്പ് ഇയർ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫെബ്രുവരി 29 എണ്ണം ഇവിടെ ഇല്ല, 0 ആണ്. ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1ഉം 10ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം. എത്രയായിരിക്കും? 9 ആയിരിക്കും. 10ൽ നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന 9 ആണ് ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, നമുക്കറിയാം 9 1 എത്രയാണ്? 10 ആണ്. ഈ 10നെ 7 കൊണ്ട് ഹരിക്കുക, 3 കിട്ടും. ഇനി സൺഡേയുടെ കൂടെ 3 കൂട്ടുകയും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ. നമ്മുടെ ഉത്തരം. അപ്പൊ 2 രീതി ചെയ്യാം. ഒന്നെങ്കിൽ ഡിസംബർ 31 റൂൾ വെച്ചിട്ട്, അതായത് ഒരു സാധാരണ വർഷം തുടങ്ങുന്ന അവസാനിക്കുന്ന ഒരേ ദിവസവും അധിവർഷം എന്താണ് തുടങ്ങുന്നതിന്റെ തൊട്ടടുത്ത ദിവസമായിരിക്കും അവസാനിക്കുന്നത് കേട്ടോ, മറന്നുപോലെ. അപ്പൊ 2008 ജനുവരി 1 തിങ്കളാഴ്ചയാണെങ്കിൽ 2008 അവസാനിക്കുന്ന ദിവസം ഏതായിരിക്കും? ചൊവ്വാഴ്ചയായിരിക്കും. ഇനി ചൊവ്വാഴ്ച തുടങ്ങിയാൽ ബുധനാഴ്ച അവസാനിക്കും. ആ റൂൾ വെച്ചിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഈ റൂൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളിലെ വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട റൂളാണ്. എന്നാലും നമുക്ക് ഇത് ഇവിടെയും അപ്ലൈ ചെയ്യാം. കാരണം ഇവിടെ വർഷങ്ങൾ തമ്മിൽ ആകെ ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ. ഫെബ്രുവരി 29 എണ്ണം എടുക്കണം കേട്ടോ. ലീപ്പ് ഇയറിന്റെ എണ്ണം അല്ല എടുക്കേണ്ടത്, ഫെബ്രുവരി 29 എണ്ണം. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചോദ്യം തുടങ്ങിയിരിക്കുന്നത് ഇപ്പൊ മാർച്ച് 1 ഒരു ലീപ്പ് ഇയർ ആണെങ്കിൽ പോലും ഫെബ്രുവരി 29 ഉണ്ടാവുക ചോദ്യത്തിൽ? ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഫെബ്രുവരി 29 നമ്മളുടെ ചോദ്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ 2017 ഒരു സാധാരണ വർഷമായതുകൊണ്ട് തന്നെ ഫെബ്രുവരി 29 ഇല്ല. 18 ഒരു സാധാരണ വർഷമാണ്. 18 ജനുവരി 10 വരെയുള്ളൂ ചോദ്യത്തിൽ. അപ്പൊ എന്തായാലും ഇതൊരു അതിവർഷമായിരുന്നെങ്കിൽ പോലും നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? ഫെബ്രുവരി 29 എടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? വർഷങ്ങൾ തമ്മിലുള്ള വ്യത്യാസം, ഡേറ്റുകൾ ഡിഫറെന്റ് ആണ് അല്ലെ? ഡേറ്റുകൾ സെയിം ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഒന്നും ചെയ്യേണ്ട. ഡേറ്റുകൾ ഡിഫറെന്റ് ആണെങ്കിൽ ആ ഡേറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം കൂടെ എടുക്കുക, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഇവിടെ ഫെബ്രുവരി 29 എണ്ണം ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത ശേഷം കിട്ടുന്നതിനെ ഒറ്റ ദിവസങ്ങളാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 7 കൊണ്ട് ഹരിക്കും. എന്നിട്ട് കിട്ടുന്ന ഫൈനൽ റിമൈൻഡർ സൺഡേയോട് കൂട്ടിയാൽ നമുക്ക് ഉത്തരവാകും. ഓക്കെ, ഇതാണ് ഈ മോഡൽ ക്വസ്റ്റൻ ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റനിലേക്ക്. ഓക്കെ, അപ്പൊ ക്ലോക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ ആണ്. ഹൗ മെനി ടൈംസ് ഡു ദ മിനിറ്റ് ആൻഡ് അവേഴ്സ് ഹാൻഡ് ഓഫ് ദ ക്ലോക്ക് ക്രോസ് ഇൻ എ ഡേ? അതായത് ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര തവണ ഒരു ദിവസം ക്രോസ് ചെയ്ത് പോകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യം പലതരത്തിൽ വരാൻ പറ്റും. അതായത് ഈ ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സൂചിയുടെ പുറത്ത് മറ്റൊരു സൂചി വന്ന് കടന്നു പോകുന്നതിനെയാണ് ക്രോസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ നമുക്കറിയാം ആ ഒരു സൂചിയുടെ പുറത്ത് മറ്റൊരു സൂചി വരുമ്പോൾ എന്തുണ്ടാവും? എത്ര ഡിഗ്രി ഉണ്ടാവും? 0 ഡിഗ്രി ആയിട്ട് മാറും അല്ലെ? അപ്പൊ ചോദ്യം പലതരത്തിൽ വരാം. ഒരു ദിവസം ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര തവണ 0 ഡിഗ്രി ആവുന്നു, അല്ലെങ്കിൽ ഒന്നിക്കുന്നു, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചോണം. എല്ലാം എന്ത് തന്നെയാണ്? 0 ഡിഗ്രി തന്നെയാണ് അല്ലെ? ഓക്കെ, അപ്പോ എത്രയാണ്? എത്ര തവണ ഒരു ദിവസത്തിൽ ക്രോസ് ചെയ്യുമെന്ന ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. 12 മണിക്കൂറിൽ ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര തവണ ക്രോസ് ചെയ്യും? 11 തവണ ക്രോസ് ചെയ്യും, അല്ലെങ്കിൽ 0 ഡിഗ്രി ആവും. അതുപോലെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 24 മണിക്കൂറാണ്. 24 മണിക്കൂറിൽ എത്രയായിരിക്കും? 22 തവണയുമായിരിക്കും. ഈ നമ്പർ ജസ്റ്റ് പഠിച്ചു വെച്ചേക്കണം. അപ്പോ എന്താണ്? 12 മണിക്കൂറിൽ 11 തവണയും 24 മണിക്കൂറിൽ 22 തവണയും ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ 0 ഡിഗ്രിയിലാവും. അപ്പോ അതുപോലെ തന്നെയാണ് 180 ഡിഗ്രിയും. 12 മണിക്കൂറിൽ 11 തവണയും 24 മണിക്കൂറിൽ 22 തവണയായിരിക്കും. എന്തുകൊണ്ട് 12 മണിക്കൂറിൽ 12 തവണ വരുന്നില്ല? കാരണം 12 മണിക്കൂറിൽ നമുക്കറിയാം 12 മണി 0 ഡിഗ്രിയാണ്. 1:05 കഴിയുമ്പോൾ ഒരു 0 ഡിഗ്രി ഉണ്ടാവുന്നുണ്ട്. 2:10 കഴിയുമ്പോൾ ഒരു 0 ഡിഗ്രി ഉണ്ടാവുന്നുണ്ട്. 3:04 കഴിയുമ്പോൾ ഒരു 0 ഡിഗ്രി ഉണ്ടാവുന്നുണ്ട്. 4:20 ആകുമ്പോൾ 0 ഡിഗ്രി ഉണ്ടാവുന്നു. 4:20 കഴിയുമ്പോൾ, കൃത്യം 4:20 അല്ല, കൃത്യം 4:20 കോണളവ് നമുക്ക് അറിയാം എത്രയാണ്? 10 ഡിഗ്രിയാണ്. മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഒരേ നമ്പറിൽ വന്നാൽ കോണളവ് എന്തായിരിക്കും? മിനിറ്റിന്റെ പകുതിയായിരിക്കും. അത് മറന്ന പോലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരേ നമ്പറിൽ വരുന്ന സമയങ്ങളിൽ കോണളവ് എപ്പോഴും എന്തായിരിക്കും? മിനിറ്റിന്റെ പകുതിയായിരിക്കും. അപ്പൊ 4:20 0 ഡിഗ്രിയാണ് നമുക്ക് പറയാൻ പറ്റും. 4:20 കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ 4:21 പിന്നെ ഇത്ര സെക്കൻഡുകളോട് കഴിയുമ്പോഴായിരിക്കും എന്തുണ്ടാകുന്നത്? 0 ഡിഗ്രികൾ ഉണ്ടാകുന്നത്. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ നമ്പറുകൾ ഓർത്ത് വെച്ചേക്കണം. 12 അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? 12 മണിക്കൂറിൽ 11 തവണ മാത്രമേ 0 ഡിഗ്രി ഉണ്ടാകുന്നുള്ളൂ. അപ്പൊ എവിടെയോ ഒരു 0 ഡിഗ്രി മിസ്സാവുന്നുണ്ട് അല്ലെ? 0 ഡിഗ്രി മിസ്സാവുന്ന വേറെ എവിടെയുമല്ല, ഇവിടെയാണ്. അതായത് 11, 12, 11:55 എന്ന് പറയുന്ന ഒരു സമയത്തിൽ നമുക്കറിയാം 2 സൂചിയും 11-ലാണ് നിൽക്കുന്നതെങ്കിൽ എന്താണ്? അത് 0 ഡിഗ്രി ആവും. പക്ഷെ 11:55 എന്ന് പറയുന്ന സമയത്ത് 2 സൂചിയും 11-ലായിരിക്കും? ഒരിക്കലും ഇല്ല. കാരണം മണിക്കൂർ സൂചിയുടെ സ്ഥാനം എവിടെയായിരിക്കും? 12-ന്റെ
11:55 എന്ന് പറയുന്ന സമയത്തില് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി 11-ൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു 0 ഡിഗ്രി ഉണ്ടാവും, അല്ലെ 11 കഴിഞ്ഞിട്ടാണെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇവിടെ പക്ഷെ നിൽക്കുന്നത് എന്താണ്, മണിക്കൂർ സൂചി 12-ന്റെ തൊട്ടടുത്ത് നിൽക്കുകയാണ്. ഈ സൂചി സഞ്ചരിച്ച് ഇവിടെ ഈ മണിക്കൂർ സൂചിയുടെ മുകളിലേക്ക് എത്താൻ നേരത്തെ എത്രയാവും, കറക്റ്റ് 12 മണിയാകും. അതൊരു 0 ഡിഗ്രിയാണ്. അതുകൊണ്ട് 11 എന്ന് പറയുന്ന ഒരു മണിക്കൂറിൽ അത് മിസ്സാവും. അതുപോലെ തന്നെ 10-ലൊക്കെ 0 ഡിഗ്രി ഉണ്ടാവുന്നുണ്ട്. 10:53, 54 കഴിയുമ്പോഴൊക്കെ ഏകദേശം ഒരു 0 ഡിഗ്രി ഉണ്ടാവും. അങ്ങനെ എല്ലാ മണിക്കൂറും 11 എന്ന് പറയുന്ന ഒരു മണിക്കൂറിൽ മാത്രമേ എന്താവും ഇത് മിസ്സാവുന്നത് കൊണ്ട് എത്രയാണ്, 12 മണിക്കൂറിൽ 11 തവണയും 24 മണിക്കൂറിൽ 22 തവണയായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു ദിവസം ഒരു ക്ലോക്കിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര തവണ 0 ഡിഗ്രിയിലാവും, എത്ര തവണ ഒരു ദിവസം എത്ര തവണ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 12 മണിക്കൂർ ചോദിച്ചാൽ എത്രയാണ്, 11 തവണയാണ്. അതുപോലെ തന്നെ 180 ഡിഗ്രി ഒരു ദിവസം ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര തവണ 180 ഡിഗ്രിയിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 12 മണിക്കൂറിൽ 11 ആയിരിക്കും, 24 മണിക്കൂറിൽ ഒരു ദിവസത്തിൽ 22 തവണയായിരിക്കും. ഇനി മറ്റു 2 ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്, ഒരു ദിവസം ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര തവണ 90 ഡിഗ്രിയിലാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തേക്കണം, 12 മണിക്കൂർ നമുക്കറിയാം എല്ലാ മണിക്കൂറിലും ഓരോ മണിക്കൂറിലും 2 90 ഡിഗ്രികൾ വെച്ചുണ്ടാവും. അങ്ങനെ 12 മണിക്കൂറിൽ 22 തവണയായിരിക്കും 90 ഡിഗ്രി ഉണ്ടാകുന്നത്. മറന്നുപോലെ 12 മണിക്കൂറിൽ 22 90 ഡിഗ്രിയും, അതായത് ഒരു മണിക്കൂറിൽ 2 എണ്ണം വെച്ച്, അതുകൊണ്ടാണ് 11 ഇരട്ടി 22 വന്നിരിക്കുന്നത്. എന്നാൽ 24 മണിക്കൂറിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ എത്രയായിരിക്കും, 44 തവണയും എന്തുണ്ടാവും, 90 ഡിഗ്രികൾ ഉണ്ടാവും. അതുപോലെ 12 മണിക്കൂറിൽ 22 തവണയും 24 മണിക്കൂറിൽ 44 തവണയും. ഓക്കെ, അപ്പോ അത് മാത്രമല്ല നേർരേഖയിലാവുമെന്ന് ചോദിച്ചാലും സ്ട്രൈറ്റ് ലൈൻ ചോദിച്ചാലും എന്താണ്, ഇതാണ് ഉത്തരം, 22 44 ആയിരിക്കും കേട്ടോ. അപ്പൊ ഈ 4 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. 0 ഡിഗ്രിയിലാവുന്നതും 180 ഡിഗ്രിയിലാവുന്നതും ചോദിച്ചു കഴിഞ്ഞാൽ 12 മണിക്കൂറിൽ 11ഉം 24 മണിക്കൂറിൽ 22 ആയിരിക്കും. ഇനി 90 ഡിഗ്രിയിലാകുന്ന എത്ര തവണയാണെന്നോ നേർരേഖയിലാകുന്ന, ഈ നേർരേഖ എന്ന് പറയുമ്പോൾ എല്ലാ 0 ഡിഗ്രിയും നേർരേഖയാണ്, എല്ലാ 180 ഡിഗ്രിയും നേർരേഖയാണ്. അപ്പൊ എത്രയായിരിക്കും, 22 44 ആയിരിക്കും. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചോളാം. ഓക്കെ, അടുത്തത് പൈപ്പ് ആൻഡ് ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. There are 3 pipes in a tank. If the first pipe is opened only, the tank will be filled in 20 minutes. Pipe B 30 minutes, pipe C 1 hour. If all the 3 pipes are open together, how many minutes will take it the tank be filled? Okay. ഒരു ടാങ്കിൽ 3 പൈപ്പുകളുണ്ട്. ആ 3 പൈപ്പുകളും ഒറ്റയ്ക്ക് തുറന്നാൽ, പൈപ്പ് എ മാത്രം തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയുമെന്നും പൈപ്പ് ബി മാത്രം തുറന്നാൽ എത്ര സമയം കൊണ്ട് ടാങ്ക് നിറയുന്നു, പൈപ്പ് സിയുടെ സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഈ ടൈമുകളൊക്കെ നമുക്കൊന്ന് എടുത്തെഴുതാം. എന്തായാലും ആദ്യത്തെ പൈപ്പ് 20 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ, 20 മിനിറ്റ് മതി. രണ്ടാമത്തെ പൈപ്പ് ബി എന്ന് പറയുന്ന പൈപ്പ് 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കും. മൂന്നാമത്തെ പൈപ്പ് പ്രത്യേകം ശ്രദ്ധിച്ചോളം 1 മണിക്കൂറാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പൊ 1 മണിക്കൂർ, ഇവിടെ രണ്ടിടത്ത് മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, 1 മണിക്കൂറിനെ മണിക്കൂറാക്കി എഴുതാൻ പറ്റത്തില്ല, അതിന് മിനിറ്റിലേക്ക് മാറ്റി എഴുതണം. എത്രയാണ്, 60 മിനിറ്റ് ആണ് 1 മണിക്കൂർ എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പൊ 3 പൈപ്പും ടാങ്ക് നിറയ്ക്കാൻ എടുക്കുന്ന സമയം എഴുതി. നമുക്കറിയാം ഈ സമയത്തിന്റെ LCM ആയിരിക്കും എന്ത്, ടാങ്കിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഈ 3 സമയത്തിന്റെയും കൂടെ LCM, 2 പൈപ്പ് ഉണ്ടെങ്കിൽ 2 പൈപ്പ് നിറയ്ക്കാൻ എടുക്കുന്ന സമയത്തിന്റെ LCM ആയിരിക്കും ടാങ്കിന്റെ കപ്പാസിറ്റി. ഇവിടെ 3 പൈപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ 3 പൈപ്പുകളും ഈ ടാങ്ക് നിറയ്ക്കാൻ എടുക്കുന്ന സമയത്തിന്റെ LCM, അതായത് 60 ആണ് എന്ത്, ഈ ടാങ്കിന്റെ കപ്പാസിറ്റി. നമ്മൾ വർക്ക് ആൻഡ് ടൈമിന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ പൈപ്പ് ആൻഡ് ടാങ്ക് ആയതുകൊണ്ട് എന്താണ്, ടാങ്കിന്റെ കപ്പാസിറ്റിയാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 60 ലിറ്ററിന്റെ ടാങ്ക് എ എന്ന് പറയുന്ന പൈപ്പ് 20 മിനിറ്റ് കൊണ്ട് നിറയ്ക്കുമെങ്കിൽ 1 മിനിറ്റിൽ ആ പൈപ്പിലേക്ക് വരുന്ന വെള്ളത്തിന്റെ അളവ് എത്രയായിരിക്കും, 3 ലിറ്റർ ആയിരിക്കും. അങ്ങനെ 20 മിനിറ്റ് ആകുമ്പോൾ എത്രയാവും, 60 ലിറ്റർ ആവും. അതുപോലെ തന്നെ രണ്ടാമത്തെ പൈപ്പ് 30 മിനിറ്റ് കൊണ്ട് ടാങ്ക് നിറയ്ക്കുമെങ്കിൽ 1 മിനിറ്റിൽ എത്ര ലിറ്റർ വെള്ളം വരും, 2 ലിറ്റർ വെള്ളം വരും. അങ്ങനെ 30 മിനിറ്റ് ആകുമ്പോൾ 30 × 2 60 ലിറ്റർ ആവും. അതുപോലെ തന്നെ മൂന്നാമത്തെ പൈപ്പ് നമുക്കറിയാം 60 ലിറ്റർ നിറയ്ക്കാൻ 60 മിനിറ്റ് എടുക്കുമെങ്കിൽ 1 മിനിറ്റിന് വരുന്ന വെള്ളത്തിന്റെ അളവ് എത്രയായിരിക്കും, 1 ലിറ്റർ ആയിരിക്കും. അപ്പോൾ നോക്കിയേ, നമുക്ക് ആകെ ഉള്ളത് 60 ലിറ്ററിന്റെ ടാങ്കാണ്. ഈ 3 പൈപ്പ് ഒരുമിച്ച് വർക്ക് ചെയ്താൽ, അതായത് എ എന്ന പൈപ്പും ബി എന്ന പൈപ്പും സി എന്ന പൈപ്പ് ഒരുമിച്ച് തുറന്നാൽ എന്ത് സംഭവിക്കും നോക്കിയേ, ആദ്യത്തെ പൈപ്പിൽ നിന്ന് 3 ലിറ്റർ വെള്ളം വരും, രണ്ടാമത്തെ പൈപ്പിൽ നിന്ന് 2 ലിറ്റർ വെള്ളം വരും, മൂന്നാമത്തെ പൈപ്പിൽ നിന്നോ 1 ലിറ്റർ വരും. അപ്പൊ ടോട്ടൽ എത്രയായിരിക്കും, 6 ലിറ്റർ വെള്ളമാണ് 1 മിനിറ്റിൽ ആ ടാങ്കിലേക്ക് 3 പൈപ്പിൽ നിന്നുമായിട്ടും വരുന്നത് 6 ലിറ്റർ ആണ്. അങ്ങനെ 60 ലിറ്റർ നിറയ്ക്കണമെങ്കിൽ എത്ര സമയം എടുക്കും, നമ്മൾ ആ 6 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ എത്ര കിട്ടും, 10 മിനിറ്റ് എന്ന് കിട്ടും. അതായത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ.
അടുത്ത ക്വസ്റ്റിലേക്ക്. വീണ്ടും കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റൻ ആണ്. D is equal to 23, TH the is 48, വുമൺ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, നമുക്കറിയാം ഡി എന്ന് പറയുന്ന ലെറ്റർ നമുക്കറിയാം ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ 4ാമത്തെ ലെറ്റർ ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ നോക്കിയാൽ 23 ആണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇവിടെ നോക്കിയാൽ 3 ലെറ്റർ ഉണ്ട്, പക്ഷെ 2 നമ്പറേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് കിട്ടാൻ പോകുന്ന എല്ലാം ഓപ്ഷനിൽ കിടക്കുന്ന എല്ലാം 2 നമ്പറാണ് അല്ലെ. അപ്പോൾ ലെറ്ററിന്റെ എണ്ണവും നമ്പറിന്റെ എണ്ണവും വ്യത്യസ്തമായിട്ട് വരുന്നു. അതായത് ലെറ്ററിന്റെ എണ്ണം കൂടുതലും നമ്പറിന്റെ എണ്ണം കുറവ്, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും മനസ്സിലാക്കണം അത് ഒന്നെങ്കിൽ പ്ലേസ് വാല്യൂവിന്റെ സമ്മായിരിക്കും, അല്ലെങ്കിലോ റിവേഴ്സ് വാല്യൂവിന്റെ സമ്മായിരിക്കും. ഈ 2 കാര്യങ്ങൾ, പ്ലേസ് വാല്യൂവിന്റെ സമ്മോ അല്ലെങ്കിൽ റിവേഴ്സ് വാല്യൂവിന്റെ സമ്മോ. കാരണം ഇവിടെ പ്ലേസ് ഡി എന്ന് പറയുന്ന ഒരൊറ്റ ലെറ്ററേ ഉള്ളൂ. പ്ലേസ് വാല്യൂവിന്റെ സമ്മായിരുന്നെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും എന്ത് വന്നേനും ഡി 4ാമത്തെ ലെറ്ററാണ്, 4 വരുമായിരുന്നു. ഇനി ഇതെങ്ങനെ 23 വന്നോ നമുക്ക് നോക്കാം. അപ്പൊ അറിയണമെങ്കിൽ നമുക്കൊന്ന് പ്ലേസ് വാല്യൂ എപ്പോഴും നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവണം. നോക്കി ABCDE. ഓക്കെ, അപ്പൊ നമ്മള് 26 ലെറ്ററിന്റെയും പ്ലേസ് വാല്യൂ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എ എന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ 1ാമത്തെ ലെറ്റർ ആണ്, ബി എന്ന് പറയുന്നത് 2ാമത്തെ ലെറ്റർ ആണ്, സി എന്ന് പറയുന്നത് 3ാമത്തെ ലെറ്റർ ആണ്. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് 13 ലെറ്റർ ആയിട്ട് ഇതുപോലെ തന്നെ തിരിച്ച് കറക്കി തന്നെ എഴുതണം കേട്ടോ. അതായത് എ മുതൽ 13 ലെറ്റർ അവിടെ എഴുതുക, പിന്നെ അവിടെ തിരിച്ച് ഇങ്ങോട്ട് 13 ലെറ്റർ എഴുതുക. ഓക്കെ, എന്തിനാണ് ഇങ്ങനെ എഴുതുന്നത് വെച്ചാൽ നമുക്കറിയാം എ എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ 1ാമത്തെ ലെറ്റർ ആണ്. പക്ഷെ തിരിച്ചെണ്ണിയാലോ Z മുതൽ അങ്ങ് കൗണ്ട് ചെയ്ത് നോക്കി, ഇവിടെ മുതൽ എണ്ണിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ എത്രയാകും? തിരിഞ്ഞിറങ്ങി ഇവിടെ വരുമ്പോൾ 26ാമത്തെ ലെറ്റർ ആകും എ. അതായത് ചുരുക്കി പറഞ്ഞാൽ എയുടെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1 പക്ഷെ എയുടെ റിവേഴ്സ് വാല്യൂ എത്രയാണ്? 26. ഒരു ലെറ്ററിന്റെ റിവേഴ്സ് വാല്യൂ ഇതുപോലെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. എയുടെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പറാണ് അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്, 1ാമത്തെ ലെറ്റർ ആണ്. പക്ഷെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള നമ്പർ നോക്കിയാൽ 26. ഇതാണ് എയുടെ എന്ത് റിവേഴ്സ് വാല്യൂ. അതായത് ഈ Z മുതൽ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3 ഇങ്ങനെ എണ്ണി എടുത്തു കഴിഞ്ഞാൽ എ എത്രയാവും? 26ാമത്തെ ലെറ്റർ ആവും. അതുപോലെ മറ്റൊരു ലെറ്റർ നോക്കാം. ജി എന്ന് പറയുന്ന ലെറ്ററിന്റെ നമുക്കറിയാം, ജി എന്ന് പറയുന്ന ലെറ്ററിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 7 ആണ്. 7ാമത്തെ ലെറ്റർ ആണ് ജി. പക്ഷെ തിരിച്ചെണ്ണി കഴിഞ്ഞാൽ ജി എത്രാമത്തെ ലെറ്റർ ആവും? 20ാമത്തെ ലെറ്റർ ആവും. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ എണ്ണി വരുമ്പോൾ 20ാമത്തെ ലെറ്റർ ആവും. ജിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്പറാണ് 20. അതാണ് ജിയുടെ റിവേഴ്സ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി പിയുടെ പ്ലേസ് വാല്യൂ നമുക്കറിയാം എത്രയാണ്? പിയുടെ കൂട്ടത്തിലുള്ള നമ്പറായ 16 ആണ്. പക്ഷെ പിയുടെ റിവേഴ്സ് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? പിയുടെ ഓപ്പോസിറ്റ് ഉള്ള നമ്പറായ 11 ആയിരിക്കും എന്ത്? പിയുടെ റിവേഴ്സ് വാല്യൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്ലേസ് വാല്യൂ റിവേഴ്സ് വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നോക്കിയാൽ ഡി എന്ന് പറഞ്ഞാൽ 23 ആണ് കൊടുത്തിരിക്കുന്നത്. ഡിയുടെ പ്ലേസ് വാല്യൂ നമുക്കറിയാം 4 ആണ്. പക്ഷെ ഡിയുടെ റിവേഴ്സ് വാല്യൂ നോക്കി 23 ആണ്, 23 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? റിവേഴ്സ് വാല്യൂവിന്റെ സമ്മാണ്. അപ്പൊ നമുക്ക് അടുത്തോടെ നോക്കിയേക്കാം. ടിയുടെ റിവേഴ്സ് വാല്യൂ നമുക്കറിയാം 7 ആണ്. 7 പ്ലസ് അടുത്ത നോക്കി എച്ചിന്റെ റിവേഴ്സ് വാല്യൂ. എച്ചിന്റെ റിവേഴ്സ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19 ആണ്. പ്ലസ് ഇയുടെ റിവേഴ്സ് വാല്യൂ എത്രയാണ്? 22 ആണ്. ഓക്കെ, ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്കറിയാം 48 കിട്ടും. കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? റിവേഴ്സ് വാല്യൂവിന്റെ സമ്മാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ സെയിം നോക്കിയേ, വുമൺ എന്ന് പറയുന്ന വാക്കിലെ ഓരോ ലെറ്ററിന്റെയും റിവേഴ്സ് വാല്യൂവിന്റെ സമ്മ കാൽക്കുലേറ്റ് ചെയ്താൽ ഡബ്ല്യുവിന്റെ റിവേഴ്സ് വാല്യൂ നമുക്കറിയാം എത്രയാണ്? 4 ആണ്. ഓയുടെ റിവേഴ്സ് വാല്യൂ, ഓയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന നമ്പർ 12 ആണ്. പ്ലസ് എമ്മിന്റെ റിവേഴ്സ് വാല്യൂ എത്രയാണ്? എമ്മിന്റെ പ്ലേസ് വാല്യൂ 13, റിവേഴ്സ് വാല്യൂ 14 എയുടെ റിവേഴ്സ് വാല്യൂ നമുക്കറിയാം 26 ആയിരിക്കും. എന്നിന്റെ റിവേഴ്സ് വാല്യൂ എത്രയായിരിക്കും? 13 ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 69 എന്ന് കിട്ടും. ഇതായിരിക്കും ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. 12, 4, 16, 16, 4, 20, 10, 30, 56, 59, 69. ഓക്കെ, 69 ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്.